നമസ്തേ, ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള ഹിന്ദി പ്രചാരസഭ നടത്തിയ 2022 ഓഗസ്റ്റിൽ ചോദ്യപേപ്പറാണ് ഇവിടെ പരിചയപ്പെടുന്നത്. പ്രഥമയുടെ കേട്ടോ. പ്രഥമയുടെ 1-2 ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണുക കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും ഈ ഒരു ചോദ്യപേപ്പർ നന്നായി പഠിച്ചിട്ട് പോവുക. ഈ ഒരു മെത്തേഡിലേക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾ കിട്ടുന്നത്. ഇന്ന് ചോദ്യവും അതിൻ്റെ ആൻസറും ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആണ് ഇന്ന് തരുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ബുക്കിലോട്ട് എഴുതി പഠിക്കുക. അപ്പോൾ എല്ലാത്തിൻ്റെ നോട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്നര മോഡൽ വായിക്കാം. ആദ്യം വരുന്നത് മീനിങ്സ്, അത് വാക്കുകൾ കണ്ടെത്താനുള്ളതാണ്. പിന്നെ വരുന്നത് ശുദ്ധവർത്തിനെയാണ്. തുംഹാര, അതിലേതാണോ കറക്റ്റ് അത് ആൻസർ എഴുതുക. അടുത്ത് ഡേഷ് അവരത്ത് ഹോ വരുമ്പോൾ ഏതാ വരുന്നത്? തുമ്മാണ് വരുന്നത്. പിന്നെ സച്ചി സുന്ദരത ഡേഷ് മെഹെ, ഏതിലാണ് വരുന്നത്? സാദഗി. അടുത്ത് നരേന്ദ്രബാബു കി ദുക്കാൻ കിസ്കെ കിനാരത്തെ, ഏതിൻ്റെ അടുത്തായിരുന്നു? നദിക്ക് കിനാരെ. വാസുദേവൻ പിള്ളേജി കെ പിതാജി കോൻ ഹെ, വാസുദേവൻ പിള്ളേജിയുടെ അച്ഛനാരാണ്? കുമാരപിള്ള. അടുത്ത് വരുന്നത് ചിഹ്നങ്ങൾ കണ്ടെത്താനുള്ളതാണ്. പിന്നെ വരുന്നത് വിലോം ശബ്ദ്, വചൻ, ലിംഗ്, ജോഡ് കർ ലിഖെ, പ്രശ്നുബനായെ. പിന്നെ ഒരു പിക്ചർ തന്നിരിക്കും. ആ പിക്ചറിൽ വരുന്ന സെൻറ്റൻസ് എഴുതാനുള്ളത്. പിന്നെ അന്തേർ ഏകദാമേ ബെൽ എന്ന പാഠത്തിൽ ഒരു 6 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് ഓർഡറിൽ എഴുതേണ്ടത്. പിന്നെ 10 1-വേഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 7 എഴുതാം. പിന്നെ ഗ്രാമറാണ്. 11 മുതൽ 20 വരെ എഴുതാനുള്ളത്. അക്ഷരോമേ ലിഖിയെ, മഹീനോ കാ നാം ലിഖിയെ. പിന്നെ വരുന്നത് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. 4 ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും 2 എഴുതുക. പിന്നെ കവിതയുടെ മലയാള അർത്ഥം എഴുതേണ്ടത്. പിന്നെ സഹി മിലാനാണ്, അത് 4 കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ കഥാമാലികയിൽ വരുന്ന 4 ക്വസ്റ്റ്യൻ ആൻസർ, അതിൻ്റെ ഏതെങ്കിലും 2. അപ്പോൾ എഴുതുമ്പോഴെല്ലാം മക്കൾ എന്ത് ചെയ്യുക, ഇതിൽ കൊടുത്തിരിക്കുന്ന അതേ രീതിയിലെ നമ്പർ വേണം കൊടുക്കേണ്ടത്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ ശബ്ദവും കോ ക്രമബദ്ധ കർക്കെ ലിഖെ, ഇവിടെ 3 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അത് 3 ഓർഡർ തെറ്റിച്ച് കൊടുത്തിരിക്കുകയാണ്. അത് കറക്റ്റ് ഓർഡറിൽ എഴുതുക. പിന്നെ വരുന്നത് ഒരു പാരഗ്രാഫ് തന്നിരിക്കും. ആ പാരഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ ആൻസർ ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അടുത്ത് നമൂനയ്ക്ക് ആൻസർ ലിഖെ, അപ്പോൾ അവിടെ ഒരു മാതൃക കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആ സെൻറ്റൻസുകൾ എഴുതുക. പിന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഹിന്ദിയിലോട്ട് ആക്കുക. ഏറ്റവും ലാസ്റ്റത്തത് ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ എക്സാമിന് വരുന്നത്. ഇനി ടീച്ചർ ഇതിൻ്റെ നോട്ട്സ് വായിക്കാം, അതായത് ഈ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ വായിക്കാം. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് താലികാക്കെ അക്ഷരക്കെ ആധാർ പർ 5 ശബ്ദ ബന, 5 വാക്കുകൾ എഴുതുക. അപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ എല്ലാ കുട്ടികളും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ വരയിട്ട പേപ്പറാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു കോളം കൊടുത്തിരിക്കും. അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് രജിസ്റ്റർ നമ്പർ തരും. ആ രജിസ്റ്റർ നമ്പർ എഴുതുക. പിന്നെ പരീക്ഷ ഡേറ്റ്, അതായത് 2025 ഫെബ്രുവരി, അത് കൊടുക്കുക. പിന്നെ വരുന്ന പ്രഥമ, നിങ്ങൾ എഴുതുന്നത് ഹിന്ദി പ്രഥമ പരീക്ഷയാണ്. അപ്പോൾ ഹിന്ദി പ്രഥമ എന്ന് എഴുതുക. ഇത്രയും മാത്രം എഴുതിയാൽ മതി. നിങ്ങളുടെ പേരൊന്നും എഴുതണ്ട. പിന്നെ സ്കൂളിൻ്റെ പേര്, നിങ്ങൾ ഏത് സ്കൂള്, നിങ്ങൾ പരീക്ഷ എഴുതുന്ന സെൻറ്റർ ഏത് സ്കൂളാണോ ആ സ്കൂളിൻ്റെ പേര് വേണം എഴുതേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സ്കൂളിൻ്റെ പേര്, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, പിന്നെ നിങ്ങൾ എഴുതുന്ന പരീക്ഷ. അപ്പോൾ ഇതുപോലത്തെ പേപ്പർ തരും. പേപ്പറൊക്കെ കറക്റ്റ് നമ്പറിട്ട് പോവുക. പരീക്ഷ പേപ്പറിൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന അതേ ക്വസ്റ്റ്യൻ നമ്പർ വേണം ഇടേണ്ടത്. നമ്പറൊക്കെ തെറ്റുകയാണെങ്കിൽ ആൻസറെല്ലാം നിങ്ങൾക്ക് മാർക്ക് പോവും. അപ്പോൾ അത് കൺഫ്യൂഷൻ വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചെഴുതുക. പിന്നെ വരുന്നത് പേപ്പർ തീരുമ്പോൾ വീണ്ടും എക്സ്ട്രാ പേപ്പർ ചോദിച്ചാൽ മതി. അപ്പോൾ പേപ്പർ തരും കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് പരീക്ഷ ഹാളിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള രീതികൾ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് കിസാൻ, ചത്തരി, ബഹൻ, കിതാബ്, കുർസി, അങ്ങനെ 5 വാക്ക് കിട്ടും. അടുത്ത് സഹി മിലാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ശിഷ്യ എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പം ഞാനിവിടെ വായിക്കുന്നത് 2022 ഓഗസ്റ്റിലെയാണ്. അപ്പം ഓക്കെ, അപ്പം നേരത്തെ വായിച്ചത് വേറൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ആൻസർ തരുന്നത് വേറൊരു ക്വസ്റ്റ്യൻ്റെ ആണ്. ഇവിടെ ആഗസ്റ്റ് 2022 നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 2023 23 ഓഗസ്റ്റിലാണ്. അപ്പോൾ കിസാന്, ചത്തരി, ബഹൻ, കിതാബ്, കുർസി. അടുത്ത ശുദ്ധവർത്തിനി വരുന്നത് ശിഷ്യ. അടുത്ത 7ാമത്തത് ബച്ചാ ദൂത്ത് ഡേഷ്, ബച്ചാ ദൂത്ത് പീതാഹെ. വാസുദേവൻ പിള്ളേജിക്ക് പത്നി ആരാണ്? സരോജിനി അമ്മ. സച്ചി സുന്ദരത കിസ്മേഹെ, സച്ചി സുന്ദരത ഏതിലാണ്? സാദഗിനെ. അടുത്ത് വരുന്നത് 10ാമത്തത് മുഹർ ലേഖ ലടുക്കി കഹാഗെ, എവിടെയാണ് പോയത്? ധനിക്ക് കർ. ഇനി സമാൻ മാത്രവാലെ ശബ്ദ ചുൻകർ ലിഖിയെ, ദീർഘങ്ങൾ നോക്കി ആ കോളത്തിൽ നോക്കി അങ്ങ് എഴുതുക. അടുത്ത് വരുന്നത്
ഓപ്പോസിറ്റാണ് 16-മത്തത് അച്ചി ബുരി, പാസ് ദൂർ, പത്തല മോട്ട, ചോട്ട ബെട. അടുത്ത ബഹുവചനം ആം ആമന്, കലം കലം, ചത്തിരി ചത്തിരിയ. വള്ളിയിടുമ്പോൾ ഇട തന്നെ ഇടുക, കറ് കറ് തന്നെ. അടുത്ത് വരുന്നത് ലിംഗാണ്. ധോത്തി സ്ത്രീലിംഗം, ചിത്ര പുല്ലിംഗം, ലടുക്കി സ്ത്രീലിംഗം, പിത പുല്ലിംഗം. അടുത്ത് ജോഡ് കർ ലിഖേ തൂ പ്ലസ് കാ തേര, കോൺ പ്ലസ് കോ കിസ്കോ. അടുത്ത് പ്രശ്ന ബനായേ മേരെ 4 ഭായി ഹേ തുമാരെ കിത്തനെ ഭായി ഹേ. അപ്പോൾ അത് എഴുതുമ്പോൾ ചോദിച്ചിടാൻ മറന്നു പോകരുത്. പിന്നെ ഇവിടെ ചോദിച്ചിരുന്നത് ഓണത്തെക്കുറിച്ചാണ്. അപ്പോൾ ഓണത്തെക്കുറിച്ച് എഴുതുക. ഓണം ഹമാര ദേശീയ ഉത്സവ് ഹേ, ദേശീയ ത്യോഹാർ ഹേ. പിന്നെന്താണ്, ലടിക്കാൻ തിരുവാതിര കേൾത്തി ഹേ. ഓണം के दिन पटाखे पूकളം बनाते हैं, नए नए कपड़े पहनते हैं, अच्छे अच्छे कपड़े पहनते हैं, नए नए പിന്നെ अच्छे अच्छे भोजन बनाते हैं, चूल्हा में झूलते हैं, തിരുവാതിര കളിते हैं, महाबली की याद में ഓണം मनाते हैं എന്നൊക്കെ പറഞ്ഞ് എഴുതാം. അടുത്ത് ബിന്ദുओं के आधार पर क्रमबद्ध लिखिए. ഇവിടെ ലക്കഡ്ഹാരയുടെ ക്വസ്റ്റ്യനാണ് കൊടുത്തിരിക്കുന്നത്. അത് ക്രമത്തിൽ എഴുതിയിട്ടുണ്ട്. ഏക്ക് ലക്കഡ്ഹാര था, അവർ തടിവെട്ടുകാരനുണ്ടായിരുന്നു. വഹ് रोज जंगल में जाकर लकड़ी काटकर बेचता था, എല്ലാ ദിവസവും കാട്ടിൽ പോയി തടി വെട്ടി ജീവിക്കുമായിരുന്നു. जो पैसा मिलता था उससे अपने परिवार पालता था, ഏത് പൈസയാണോ കിട്ടുന്നത് തടി വിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് അദ്ദേഹം തൻ്റെ ഫാമിലി എന്ത് ചെയ്യുന്നു പോറ്റിയിരുന്നു. നദി के किनारे वाले पेड़ पर चढ़कर लकड़ी काट रहा था, നദീ തീരത്തുള്ള മരം വെട്ടിയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അചാനക് ഉസ്കി കുൽഹാടി ഹാത്ത് സെ ചൂട്ട്കർ നദി മേ ഗിർ പടി, പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കോടാലി നദിയിലേക്ക് വീണ് അദ്ദേഹം കിടന്ന് കരയാണ്. രോത്തെ ഹുയെ ഭഗവാൻ സെ ഉസ്കി ദീനത പ്രകട കർണേ ലഗെ, കരഞ്ഞുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ ആര് പ്രത്യക്ഷപ്പെട്ടു? ദേവി പ്രത്യക്ഷപ്പെട്ടു. കഥയൊക്കെ അപ്പോൾ അതെഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ. കിസാൻ കെ കിത്തനെ ലടുക്കയത്തെ, കൃഷിക്കാരന് എത്ര മക്കളുണ്ടായിരുന്നു? കിസാൻ കെ 3 ലടുക്കയത്തെ, കൃഷിക്കാരന് 3 മക്കളുണ്ടായിരുന്നു. കോൺ ദുബല ഹോഗയ, ആരാണ് മെലിഞ്ഞു പോയത്? ലടുക്ക ദുബല ഹോഗയ, കുട്ടിയാണ് മെലിഞ്ഞു പോയത്. നരേന്ദ്രബാബുക്ക് ദുക്കാൻ കിസ്കെ കിനാരേത്തെ, നരേന്ദ്രബാബുവിൻ്റെ കട ഏതിൻ്റെ അടുത്തായിരുന്നു? നരേന്ദ്രബാബുക്ക് ദുക്കാൻ സടക്ക് കെ കിനാരെ पर थी. അടുത്ത് സച്ചി സുന്ദരത കിസ്മേ ഹേ, സാദഗിമേ സച്ചി സുന്ദരത ഹേ, വിനയത്തിലാണ് യഥാർത്ഥ സൗന്ദര്യം. അടുത്ത 5 കബൂത്തർ കിസ്കി ഗോദമേ ആഗ്രത ഹേ, പ്രാവ് ആരുടെ മടിയിലാണ് വന്നിരുന്നത്? ആരുടെയാണ്? കബൂത്തർ രാജാക്കി ഗോദമേ ആഗ്രത ഹേ, പ്രാവ് രാജാവിൻ്റെ മടിയിലാണ് ഇരുന്നത്. ഹാത്തി കൈസാത്ത, ആന എങ്ങനെയുള്ളതായിരുന്നു? കിസ്കോ ഉസ്സേ ഡർനാത്ത, ആർക്കാണ് പേടിയില്ലായിരുന്നത്? അപ്പോൾ ഹാത്തി ബഹുത്ത് ബെടാത്ത, ആന വലുതായിരുന്നു. ഓർ ലടുക്കേക്കോ ഉസ്സേ ഡർനാത്ത, കുട്ടിക്ക് ആനയെ എന്തില്ലായിരുന്നു? പേടിയില്ലായിരുന്നു. അടുത്ത 7 തന്ദുരുസ്തിക്ക് ലിയേ ക്യാ ബുരാ ഹേ, ആരോഗ്യത്തിന് എന്താണ് ഹാനികരം? ബഹുത്ത് ഗുഡ് ഖാന തന്ദുരുസ്തിക്ക് ലിയേ ബുരാ ഹേ, ഒരുപാട് മധുരം കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അടുത്ത 8ാമത് വരുന്നത് 11, 12, 13, 14, 15, 16, 17, 18, 19, 20 അത് എഴുതാനുള്ളതാണ്. പിന്നെ കൊടുത്തിരിക്കുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. അതൊക്കെ എളുപ്പമാണ്, നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് റൊട്ടി ലിടുക്കി എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ നേർക്ക് എന്ത് കാണും? ധനികനൊക്കെ കാണും. അടുത്ത ലക്കഡ്ഹാരാണെങ്കിൽ കുൽഹാടി കാണും. മേൽ ജോല് ലങ്കട അന്ത എന്നൊക്കെ പറയണമെങ്കിൽ ഏകത കാണും. അപ്പോൾ ആ ഒരു ക്ലൂ നോക്കി വെച്ചാൽ മതി. അപ്പോൾ ആ രീതിയിലാണ് ആൻസർ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ലड़की को सबसे छोटी रोटी मिली, അപ്പോൾ അവിടുത്തെ ആൻസർ എന്താണ്? ധനീനെ കഹാ യഹ് തുമാര സന്തോഷ് का पुरस्कार है. लकड़हारा रोज जंगल में जाकर लकड़ी काटकर बेचता था, उसकी कुल्हाड़ी हाथ से छूटकर नदी में गिर पड़ी. मेलजोल की करामत से लड़के को टांग मिली और अंधे को आंख मिली. तो किसी ने ठीक ही कहा है, एकदा में बल है. शिकारियों ने दूर से शेर के अकेले बच्चे को घूमते देखा, उसे पकड़कर किसी चिड़िया खाने को बेच देने से रुपया मिलेगा. അടുത്ത ധനീനെ ലടുക്കി സെ ക്യാ കഹാ, ധനികൻ പെൺകുട്ടിയോട് എന്താണ് പറഞ്ഞത്? ധനീനെ കഹാ കി നഹി ബേട്ടി യഹി തും ഹി ലേലോ, വേണ്ട മോളെ ഇത് നീ തന്നെ എടുത്തുകൊള്ളുക. മേൻ തുമേ ഇനാമേ കുച്ച് മൊഹരെ ദേത്താ ഹോ, ഞാൻ നിനക്ക് സമ്മാനമായിട്ട് കുറച്ച് നാണയം തരാം. യഹ് തുമാരെ സന്തോഷ് കാ പുരസ്കാർ ഹേ, ഇത് നിൻ്റെ സന്തോഷത്തിൻ്റെ പുരസ്കാരമാണ്. ഫിർ ഉസ്നെ കുച്ച് ഓർ മൊഹരെ ഹി ഉസേ ദേ ദി, എന്നിട്ട് എന്ത് ചെയ്തു? കുറച്ച് നാണയം കൂടെ അദ്ദേഹം ആ കുട്ടിക്ക് കൊടുത്തു. അപ്പോൾ സന്തോഷത്തിൻ്റെ ഫലം എന്തായിരിക്കും? നല്ലതായിരിക്കും അല്ലേ? अंधा और लंगड़ा कैसे खतरे में बाहर हो गए. अंधे ने लंगड़े को अपने कंधे पर चढ़ा लिया, दोनों अपना
ഗാവ് ചോടുക്കർ സുരക്ഷിത സ്ഥാൻ പർ പഹുജെ. രണ്ടുപേരും ഗ്രാമം വിട്ട് സുരക്ഷിതമായ സ്ഥലത്തെത്തി. ദോനോ ഖത്തരെ സെ ബാഹർ ഹോഗെ ഓർ ഖുഷ് ഭി ഹുയെ. രണ്ടുപേരും അപകടത്തിൽ നിന്ന് ചെയ്തു രക്ഷപ്പെട്ടു, അവർക്ക് സന്തോഷമായി. അടുത്ത് വരുന്നത് അഞ്ചരയ്ക്ക് വരുന്നത് സാഡേ പാഞ്ച്. അരയാകുമ്പോൾ ഒന്ന് കൂട്ടി പറയുക, അല്ല അരയാകുമ്പോൾ സാഡേ ചേർത്ത് പറയുക. കാലാണെങ്കിൽ സവ ചേർത്ത് പറയുക. 9:45 ഒന്ന് കൂട്ടി പറയുക. പൗന് 10. 9 എന്ന് പറയുമ്പോൾ 10 എന്ന് പറയുക. അടുത്ത് 1/9/2021. 1 सितंबर 2021. 1 सितंबर 2021. അടുത്ത് രാമകൃഷ്ണ പരമഹംസിനെ ലड़के को पास बुलाकर क्या कहा. രാമകൃഷ്ണ പരമഹംസ് കുട്ടിയെ അടുത്ത് വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത്? പരമഹംസിനെ लड़के को पास बुलाकर कहा कि बेटा അധിക ഗുഡ് ഖാന തന്ദുരുസ്തി കെ ലിയെ ബുരാ ഹെ. മോനെ, അധികം മധുരം കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇസ്ലിയെ അധിക ഗുഡ് മത്ത് കാവോ. അതുകൊണ്ട് അധികം മധുരം കഴിക്കരുത്. ചോട്ടാ ലടുക്ക ഉസ് സമയം ക്യാ കർത്താത്ത. കൊച്ചുകുട്ടി അപ്പം എന്ത് ചെയ്യുന്നു? ഹാത്തിനെ ക്യാ കിയ. ആന എന്ത് ചെയ്തു? വഹ് ബാഹർ ഖേൽത്താത്ത. അവൻ പുറത്ത് കളിക്കുകയായിരുന്നു. ഹാത്തിനെ ഉസേ സൂണ്ട് സെ ഉട്ടാക്കർ ഉസ്കെ ബാപ് കി ദുക്കാൻ മേ ബിട്ടാ ദിയ. ആന എന്ത് ചെയ്തു? ആ കുട്ടിയെ തുമ്പിക്കൈ കൊണ്ട് പൊക്കി അച്ഛൻ്റെ കടയിൽ കൊണ്ട് ഇരുത്തി. ഓർ അപ്പനി രാഹിലി. ആന എന്ത് ചെയ്തു? തൻ്റെ വഴി നോക്കി പോയി. അടുത്ത നഹി പദ്യത്തിൻ്റെ മലയാള അർത്ഥം എഴുതാനാണ്. നഹി ചാഹ് ഹേ ധൻ കി മുझको ദീൻ ദുഃഖി കോ അപ്പനാവോ. ഈ സുമതി ദോ വിദ്യാദണ്ഡോ ജൻ സേവാമേ ലഘുജാവോ. എനിക്ക് ധനത്തോട് ആഗ്രഹമില്ല, ദീനരെയും ദുഃഖിതരെയും ഞാൻ സ്വന്തമാക്കും. അല്ലയോ ഈശ്വര, എനിക്ക് വിദ്യയാകുന്ന ധനവും നല്ല ബുദ്ധിയും തന്നാൽ ഞാൻ എന്ത് ചെയ്യാൻ? ജനങ്ങളെ സേവിക്കാം. ഇപ്പോൾ മലയാളം എഴുതണം കേട്ടോ. അടുത്ത് ശബ്ദവും കോ ക്രമബദ്ധ കർക്ക് ലിഖെ. ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്, അതിനെ കറക്റ്റ് ഓർഡറിൽ എഴുതുക. അതൊക്കെ നല്ല സിമ്പിളാണ്, നിങ്ങൾക്ക് വായിക്കുമ്പോൾ ആൻസർ കിട്ടും. ഒന്നിൻ്റെയും ക്വസ്റ്റ്യൻ എഴുതേണ്ട, ആൻസർ മാത്രം എഴുതിയാൽ മതി. ദേവിക അച്ചി ലടുക്കി ഹെ. ദേവിക നല്ല കുട്ടിയാണ്. തും ബാഹർ ജാവോ. നിങ്ങൾ പുറത്തു പോകുവിൻ. അധ്യാപക് കുർസി പർ ബൈഠത്തെ ഹെ. അധ്യാപകൻ കസേരയിൽ ഇരിക്കുന്നു. അടുത്തൊരു പാരാഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഈ പാരാഗ്രാഫിൻ്റെ ആൻസർ താഴത്തെ ക്വസ്റ്റ്യൻ നോക്കി എഴുതുക. നരേന്ദ്രബാബു കി ദുക്കാൻ തീക്ക് സടക്കെ കിനാരെ എത്തി. നരേന്ദ്രബാബുവിൻ്റെ കട എന്നുള്ളത് റോഡിൻ്റെ തീരത്തായിരുന്നു. ഉസ്കെ 2 ബർസ് കാ ഏക് ചോട്ടാ ലടുക്കാത്ത. അദ്ദേഹത്തിന് 2 വയസ്സുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. വഹ് യാത്തോ ബാക്കെ പാസ് ദുക്കാൻ മേ ബൈഠാ രഹത്താത്ത ബാസാർ മേ ഖേൽത്താ ഫിർത്താത്ത. ആ കുട്ടി എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ അച്ഛൻ്റെ കൂടെ മാർക്കറ്റിൽ കടയിലിരിക്കും, ഇല്ലെങ്കിൽ അവൻ പുറത്തിരുന്ന് കളിക്കും. അപ്പോൾ ഇത്രയാണ് സെൻറ്റൻസ്. നരേന്ദ്രബാബു കി ദുക്കാൻ കിസ്കെ കിനാരത്തെ. ഏതിൻ്റെ അടുത്തായിരുന്നു? നരേന്ദ്രബാബു കി ദുക്കാൻ തീക്ക് സടക്കെ കിനാരത്തെ. അപ്പോൾ ആദ്യത്തെ വരി വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നരേന്ദ്രബാബു കി ദുക്കാൻ മേ ഉസ്കെ സിവ ഓർ കോൺത. വേറെ ആരുണ്ടായിരുന്നു? നരേന്ദ്രബാബു नरेंद्र बाबू या तो बाप के पास दुकान में बैठा रहता था, वह बाजार में खेलता था. नरेंद्र बाबू की दुकान में उसके सिवा उसके 2 बरस का बेटा था. അവിടെ ആൻസർ എഴുതാൻ പറ്റിയത്. അപ്പോൾ 2 बरस का एक छोटा लड़का था. छोटा लड़का कहाँ बैठा था. കുട്ടി എവിടെ ഇരിക്കുകയായിരുന്നു? छोटा लड़का बाप के पास दुकान में बैठा रहता था. അവിടെ കടയിൽ ഇരിക്കുകയായിരുന്നു. അടുത്ത് വരുന്നത് ചോട്ടാ ലടുക്ക കിത്തനെ ബർസ് കാ ഹെ. ചോട്ടാ ലടുക്ക 2 ബർസ് കാ ഹെ. കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? കുട്ടിക്ക് 2 വയസ്സുണ്ട്. ഇത് നമൂനയ്ക്ക് അനുസാർ ലിഖെ. യഹ് ലടുക്ക ഹെ, ഏ ലടുക്കെ ഹെ. ഇത് ആൺകുട്ടിയാണ്, ഇവർ ആൺകുട്ടികളാകുന്നു. യഹ് ലടുക്കി ഹെ, ഏ ലടുക്കിയ ഹെ. ഇത് പെൺകുട്ടിയാകുന്നു, ഇവർ പെൺകുട്ടികളാകുന്നു. അരുൺ ഗേന്ദ് ഖേൽത്താ ഹെ. അരുൺ പന്ത് കളിക്കുന്നു. അമൽ ഗേന്ദ് ഖേൽ രഹാ ഹെ. പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. സൂരജ് മിഠായി ഖാത്താ ഹെ. സനൽ മിഠായി ഖാ രഹാ ഹെ. ആപ് ഘർ ജായിയെ തും ഘർ ജാവോ. ആപ് കഹാനി പഠിയെ തും കഹാനി പഠോ. അടുത്ത് വരുന്നത് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുവിൻ. തും സവേരെ ഉഠോ. അവർ ആൺകുട്ടികളാകുന്നു. വേ ലടുക്കെ ഹൈ. സജീവ് പാടുന്നു. സജീവ് ഗാത്താ ഹെ. താങ്കൾ എവിടെ പോയിക്കൊണ്ടിരിക്കുന്നു? ആപ് കഹാ ജാ രഹേ ഹൈ. അവൻ കളിക്കുന്നുണ്ടാവും. വഹ് കേൾത്താ ഹോഗ. അടുത്ത ലാസ്റ്റത്തെ ഹാൻഡ് റൈറ്റിംഗ് ആണ്, അത് നല്ല നീറ്റായിട്ട് എഴുതുക. അപ്പോൾ ഇത്രയാണ് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് കോപ്പി എടുത്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ സമയം ലാഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ഈ ഫസ്റ്റ് പാരഗ്രാഫിലുള്ളതൊക്കെ എല്ലാം എഴുതുക. അതൊക്കെ നല്ല സിമ്പിളാണ്, അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പിന്നെ അതുപോലെ സെക്കൻഡ് പേജിലുള്ളതും എഴുതാൻ പറ്റും. പിന്നെ വരുന്നത് ഈ 9ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടല്ലോ, അതും
ഈ ഖായിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ലാസ്റ്റ് എഴുതിയാൽ മതി. അപ്പോൾ ഈ ഒരു പേജ് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ കറക്റ്റ് ഈ നമ്പർ ഇട്ട്, അതായത് മാതൃഭാഷ എഴുതാനുള്ളത് അത് എഴുതാം. അത് മുതൽ മാച്ച് ദ ഫോളോയിങ് അടുത്ത താഴത്തെ കറക്റ്റ് ദ ആൻസർ അതൊക്കെ എഴുതി. അപ്പോൾ വിടാനുള്ളത് ഈ ഒരു പോയിന്റ് ലാസ്റ്റ് എഴുതി. അത് കാരണം ഇത്തിരി ഓർത്ത് എഴുതാനുണ്ട്. അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ ബാക്കിയെല്ലാം സ്കോർ ചെയ്യുക. ഈ പാരഗ്രാഫൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും, ഇതും എഴുതാൻ പറ്റും, ഇത് വായിച്ചെഴുതാം, ഹാൻഡ് റൈറ്റിംഗ് എഴുതാം. അപ്പോൾ ഈ ഒരു പേജ് പെട്ടെന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഓർത്ത് ഇത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. അല്ലെങ്കിൽ കാരണം ഒരുപാട് ടൈം അങ്ങ് പോകും. അപ്പോൾ ആദ്യം ഇത് ഫുള്ളങ്ങ് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഈ വിലോം ശബ്ദ വചനം അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ലാസ്റ്റ് എഴുതിയാൽ മതി. അപ്പോൾ എഴുതുമ്പോൾ 1 2 3 അത്രയും ആദ്യം എഴുതുക. പിന്നെ 7 8 അതൊക്കെ എഴുതാൻ പറ്റും. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. നേരത്തെ എഴുതിയെടുക്കാൻ പറ്റുന്നവർക്ക് നേരത്തെ എഴുതുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുട്ടികൾ ഞാൻ നോക്കിയപ്പോൾ എഴുതാനൊക്കെ ഒത്തിരി താമസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ആദ്യത്തെ 3 പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് പെട്ടെന്ന് എഴുതാം. പിന്നെ ഈ ക്രമത്തിലുള്ളത് എഴുതാൻ പറ്റും. ഹാൻഡ് റൈറ്റിങ്, ഈ മലയാളം, ഇതൊക്കെ പെട്ടെന്ന് എഴുതാൻ പറ്റും. അതൊക്കെ എഴുതിയതിന് ശേഷം മറ്റേ എഴുതിയാൽ മതി. നമ്പർ തെറ്റിപ്പോരുത്. അതെല്ലാം നേരെ എഴുതാൻ പറ്റുമെങ്കിൽ നേരെ എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി തരുമ്പോൾ കുറച്ച് സ്ഥലം വിട്ടിരുന്നാൽ മതി. എന്നിട്ട് ഈ നമ്പറിട്ട് ബാക്കി എഴുതുക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം അതുപോലെ എഴുതുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് പോവുക. ഓക്കെ.